മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറയുകയുണ്ടായി, കഠിനമായൊരു ജോലി മടിയനായ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരതിന്റെ ഈസിയസ്റ്റ് വേ കണ്ടെത്തുമെന്ന്. അടുക്കള ജോലികൾ ചെയ്യാൻ പണ്ടു മുതലേ മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞ് നമുക്കത് ചെയ്യാതിരിക്കാനും സാധിക്കില്ല. അങ്ങനെ എൻ്റെ കഴിഞ്ഞ 8 വർഷത്തെ അടുക്കള അനുഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തി പരീക്ഷിച്ച് വിജയിച്ച ചില നുറുങ്ങു വിദ്യകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അടുക്കളയിൽ പരമാവധി കുറച്ച് സമയം ചിലവഴിച്ചുകൊണ്ട് എല്ലാ നേരവും നല്ല ഭക്ഷണം കഴിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യല്ലേ. ഇതിനായി 2 റിക്വയർമെന്റ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള പ്ലാൻ ആകണമെന്നൊന്നുമില്ല. ഒരു വേഗമായിട്ട് ഓക്കെ, നാളത്തേക്ക് പുട്ട്, മറ്റന്നാൾ അപ്പം, ഇഡ്ഡലി, ദോശ, അങ്ങനെയൊരു റഫായിട്ടുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു പ്ലാൻ ആയാലും മതി. ഇനി രണ്ടാമത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡബ്ബകൾ വേണം. അതിപ്പോൾ ഗ്ലാസ്, സ്റ്റീല്, പ്ലാസ്റ്റിക് എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഇനി സിപ്പിലൊക്കെ കവർ ആണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തേങ്ങ ചിരകി വെക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ സമയം പോലെ ഒരു 3-4 തേങ്ങ ചിരകി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് പുട്ട്, അപ്പം, ഇടിയപ്പം, തോരൻ, ചമ്മന്തി, വറുത്തരച്ച കറികൾ ഇവയ്ക്കൊക്കെ തേങ്ങ ആവശ്യമാണ്. അപ്പോൾ തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ നമ്മുടെ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഇഞ്ചി ഇവ 3ഉം സമയം പോലെ ക്ലീൻ ചെയ്ത് വെക്കുക. അത് ഇച്ചിരി മെനക്കേടുള്ള പണി ആയതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയോ സീരിയലോ ഒക്കെ കാണുന്ന സമയത്ത് ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ മുന്നിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിനിമ കാണാനും പറ്റും, അതോടൊപ്പം നമ്മുടെ ഈ പണിയും തീരും. ഇത് ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആയിട്ടും അതോടൊപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയും വെക്കുകയാണെങ്കിൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ നേരത്തും അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്യാൻ നേരത്തും ഒക്കെ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് അനുഭവപ്പെടും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്കൊരു പ്ലാൻ ഉണ്ടാകും. അടുത്ത ആഴ്ച ഒരു ദിവസം തോരനായിരിക്കും, സാമ്പാറായിരിക്കും, അവിയലായിരിക്കും, തീയലായിരിക്കും, വാട്ടെവർ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് അത് അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ രീതിയിലുമൊക്കെ അരിഞ്ഞ് ഓരോ ഡബ്ബകളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നത് ഏത് ദിവസമാണോ അതതിൻ്റെ ദിവസം ആ സാധനം മാത്രം ഫ്രീസറിൽ നിന്ന് ഇങ്ങെടുത്താൽ മതിയാവും. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനാണ് നമ്മുടെ ഒരുപാട് സമയം മാറിപ്പോകുന്നത്, അല്ലേ? ഇനി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം മസാലകളൊക്കെ പുരട്ടി നമ്മുടെ പ്ലാൻ അനുസരിച്ച്, അതിപ്പോൾ ഫ്രൈ ആവാം, കറി ആകാം, ബിരിയാണി ആവാം, കട്ട്ലറ്റ് ആവാം, നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഓരോ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇതും നമുക്ക് യൂസ്ഫുള്ളാണ്. ഓരോ ദിവസവും പെയർ ചെയ്ത്, ഇപ്പോൾ ഒരു തോരനാണെങ്കിൽ ഒരു തോരൻ, അതിൻ്റെ കൂടെ ഏത് കറിയാണ് അല്ലെങ്കിൽ ഏത് നോൺ വെജ് ആണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മാത്രം നമുക്കിങ്ങ് എടുത്ത് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തെയും അവർ കഴിക്കുന്ന ക്വാണ്ടിറ്റിയെയും അവരുടെ ഇഷ്ടങ്ങളെയും ഒക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അതനുസരിച്ച് ചെയ്യുക. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയലാഭമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പച്ചക്കറികളും എല്ലാ സാധനങ്ങളുടെയും വേസ്റ്റേജ് വളരെയധികം കുറയും. നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ പലതും ചീത്തയായി പോകും. എന്നാൽ ഇതുപോലെ അരിഞ്ഞ് നല്ല വൃത്തിയായി കണ്ടെയ്നേഴ്സിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒന്നും വേസ്റ്റ് ആവാതെ ഇരിക്കും. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അടുക്കള വളരെ ക്ലീൻ ആയിരിക്കും. ഏത് സമയവും ഉള്ളി പൊളിച്ചതിൻ്റെയും വെളുത്തുള്ളി പൊളിച്ചതിൻ്റെയും ഒന്നും തൊലിയോടെ കാണുകയില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പാത്രം കഴുകാൻ നേരത്ത് പാത്രങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇതെല്ലാം പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ മനസ്സമാധാനമാണ്. നാളത്തേക്ക് രാവിലത്തേക്കുള്ളത്, ഉച്ചക്കത്തേക്കുള്ളത്, രാത്രിക്കത്തേക്കുള്ളത് എല്ലാം സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ മനസ്സമാധാനം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി ഇതും അല്ലെങ്കിൽ ഇതിലപ്പുറവും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.